ഭീകരമായ യുദ്ധം അരങ്ങേറുന്ന ഇടയിൽ ഭീകരമായ യുദ്ധയന്ത്രങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ആകാശം തീയാൽ ജ്വലിക്കുന്നു. ഡൊമിനിയൻ, വാൻഗാർഡ് എന്നീ രണ്ട് ശക്തമായ രാജ്യങ്ങൾ തമ്മിൽ വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ജേതാക്കളുടെ സാമ്രാജ്യമായ ഡൊമിനിയൻ വാൻഗാർഡിന്റെ തലസ്ഥാനത്ത് ഒരു വിനാശകരമായ ആക്രമണം അഴിച്ചുവിടുന്നു. അതിനെയെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി വീരനായ എൽഡറിൻ അതിനെ ചെറുക്കുന്നു. വാൻഗാർഡിൽ ശക്തമായ പോരാളിയാണ് എൽഡറിൻ. എന്നാൽ ഡൊമിനിയന്റെ ഭാഗത്തും ഒരു ഉന്നതനായ ഒരു പോരാളി ഉണ്ടായിരുന്നു. വേഗതയും വൈവിധ്യവും ഉപയോഗിച്ച് ശത്രുക്കളെ വെട്ടിവീഴ്ത്തുന്ന ഒരു പോരാളി. അവളുടെ നാമമാണ്. ഒരു കൂട്ടം ഭീകര യോദ്ധാക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെ പ്രതിരോധിക്കുന്നു. തടയാനാവാത്ത ഒരു ശക്തിക്കെതിരെ ഒരു അചഞ്ചലമായ മതിൽ പോലെ നിൽക്കുന്നു. തകർക്കാനാവാത്ത കവചവും നിർഭയമായ സംരക്ഷണം അവന്റെ നാമം. അതിജീവിച്ച വീരന്മാർ വീണ്ടും ഒത്തുചേരുന്നു. അവരുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ടൈറ്റനസ് ഒരു ആക്രമണത്തിന് നിർബന്ധിക്കുന്നു. അതേസമയം എൽഡറിൻ ക്ഷമയും തന്ത്രവും ആവശ്യപ്പെട്ട് അവരോട് നയിക്കുന്നു. അതിനുശേഷം ഡൊമിനിയൻ യുദ്ധവാഹന വ്യൂഹം നിർമ്മിക്കുകയും മാരകമായ കെണി ഒരുക്കുകയും ചെയ്യുന്നു. വെലോറ ഒരു അത്ഭുതകരമായ വ്യോമാക്രമണം നയിക്കുന്നു. കൃത്യമായ ആക്രമണത്തിലൂടെ ഒരു മുഴുവൻ കപ്പലിനെ വീഴ്ത്തുന്നു. യുദ്ധത്തിന്റെ ഇടയിൽ ഡൊമിനിയന്റെ ചാരൻ വാൻഗാർഡിലേക്ക് നുഴഞ്ഞു കയറുകയും യുദ്ധരഹസ്യങ്ങളും തന്ത്രങ്ങളും പഠിച്ചതിന് ശേഷം വാൻഗാർഡിനെ ചോർത്താൻ പോയപ്പോഴേക്കും വാൻഗാർഡിന്റെ ധീരനായ യോദ്ധാവുമായി അവന് പോരിടേണ്ടി വന്നു. അവസാനം അതിനുശേഷം അവർ പ്രേത നഗരത്തിലേക്ക് പോവുകയാണ്. അവിടെ വിചിത്രമായ ശക്തികളുണ്ടെന്നറിഞ്ഞ് ആ ശക്തികളെ തേടി പോകുന്ന അവർ മനസ്സിലാക്കിയിരുന്നില്ല. അവരുടെ ഇച്ഛാശക്തികളെ പരീക്ഷിക്കുന്ന ഒരു നഗരമായിരുന്നു ആ പ്രേത നഗരം. വീണുപോയ ധീര യോദ്ധാക്കളെ ഓർത്ത് ദുഃഖവും ക്രോധവും നിറഞ്ഞ ഒരു യോദ്ധാവ് യുദ്ധകളത്തിൽ നിൽക്കുന്നു. യുദ്ധത്തിൽ തൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അവൻ ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു. അവന്റെ നാമമാണ് ടൈറ്റനസ്. ഒരു പ്രവചനം ചുരുളഴിയുന്നു. പുരാതന വാചകം വായിക്കുമ്പോൾ എൽഡറിന്റെ കൈകൾ വിറയ്ക്കുന്നു. ഒരാൾ വീഴണം, അപ്പോൾ മറ്റുള്ളവർ ഉയരും. ഒരു തണുത്ത തിരിച്ചറിവ് അവന്റെ ആത്മാവിലേക്ക് തുളച്ചു കയറുന്നു.